ഞാൻ പറയുകയാണെങ്കിലുണ്ടല്ലോ, അനുമോൾ ആ സൂര്യ നമസ്കാരം കണ്ടിന്യൂ ചെയ്തോ, ജീവിതാവസാനം വരെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം അലിഗേഷൻസും ഇത്ര പരാതി ബാക്കിയുള്ളവർക്കുള്ളപ്പം എങ്ങനെ അനുമോൾ അത് കണ്ടിന്യൂ ചെയ്തിരിക്കും? അത് മാത്രമല്ല, പുറത്തുനിന്ന് വേറെ എല്ലാ പൂജയൊക്കെ ചെയ്യേണ്ടി വരും. എൻ്റെ ദൈവം, ഇതൊക്കെ എവിടെ കൊണ്ട് കളയും? ഒരു സോ ഒരു സോറി എന്നുള്ള സംഭവം പോലും വരുന്നില്ല പുള്ളിക്കാരുടെ വായിന്ന്. ആ ബിൻസി പറയുന്നുണ്ട് എന്നെക്കുറിച്ച് എന്തിനു പറഞ്ഞു, അതെനിക്ക് അന്നേരം തോന്നിയോണ്ട് പറഞ്ഞു എന്ന്. അതെന്താ തോന്നിയതൊക്കെ പറയുന്നതാണോ കറക്റ്റ്? പുള്ളിക്കാരിക്ക് തോന്നിയാൽ അതങ്ങ് പറയും, ബാക്കിയുള്ളവർക്ക് തോന്നിയാൽ പറയാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ ശൈത്യമായിട്ടുള്ള ഇഷ്യൂ, ശൈത്യ കറക്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് പുള്ളിക്കാരി ഓവർ റിയാക്ട് ചെയ്തു. കാരണം വെച്ചാൽ പുള്ളിക്കാരി പോയ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അവർ ഓരോരുത്തർ അനുഭവിച്ച സ്ഥിതി നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശൈത്യ അത് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശൈത്യ അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പം അനുമോൾക്ക് അവിടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു എന്തുകൊണ്ടാണ്. പക്ഷെ അനുമോൾക്ക് ആ കാര്യം ഓർമ്മയില്ലേ? എനിക്ക് സംശയമുണ്ട്, അനുമോൾക്ക് എന്തുകൊണ്ടാണ് കട്ടപ്പായ എന്ന് പറഞ്ഞത് കാര്യം ഓർമ്മയില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് അനുമോൾ അവിടെ കിടന്ന് ഇതാക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയില്ലടി, എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, അത് വിട്ടേക്ക്. നമുക്ക് അങ്ങനെയല്ല, പുള്ളിക്കാരി അതിൽ തന്നെ പിടിച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ശൈത്യക്ക് പിന്നെയും പ്രശ്നം. കാരണം ഇനിയും പുള്ളിക്കാരനെ കുറിച്ച് തന്നെ ഇതന്നെ പറഞ്ഞു. ഞാൻ പറയട്ടെ, അവിടെ കട്ടപ്പാൾ എല്ലാം കട്ടപ്പാളാണ്. ഇപ്പം നോക്കിക്കോ, അവിടെ ആദിലിരുന്ന് ഷാനവാസിനെ കുറ്റം പറഞ്ഞു, ഷാനവാസ് ഇന്ന് ആദിലെ കുറ്റം പറയുന്നു. ഷാനവാസ് അനുമോൾക്ക് എഗിൻസ്റ്റ് കളിക്കുന്നു, അനുമോൾ ഷാനവാസിനെ എഗിൻസ്റ്റ് കളിച്ചോ, എല്ലാവരും അത് കളിച്ചോ. അപ്പോൾ ഒരാൾ തന്നെ കട്ടപ്പാന്ന് വിളിക്കേണ്ട. ശൈത്യ അവിടെ എന്തോ പറഞ്ഞു, ശൈത്യ പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയാം. അത് ജിസേലിനോട് പോയി പറഞ്ഞു, ഞാനല്ല എന്തോ വിളിച്ച മൊണ്ണാണെന്നോ എന്തോ വിളിച്ച കേസിലാണ് ഈ സംഭവം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത് ശൈത്യയ്ക്ക് മാത്രമേ അത് കൂടുതൽ ഏറ്റുള്ളൂ ആ സമയത്ത്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും കട്ടപ്പളായിരുന്നു. അവിടെ ഒരാളും ഇല്ല കട്ടപ്പ. ഏറ്റവും വലിയ കട്ടപ്പ എനിക്ക് തോന്നുന്നു അനുമോള തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും എനിക്ക് തോന്നിയിട്ട്. കാരണം എല്ലാവരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു രീതിയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല. അത് ശരിയല്ല. അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുവാണ് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പുള്ളിക്കാരെ സോൾവ് ചെയ്യാൻ നോക്കുന്നില്ല. പുറത്തിറങ്ങിയിട്ട് സോൾവ് ചെയ്യാൻ പോകുമ്പോഴല്ലോ അത് ലേറ്റാവും. അതിനുള്ളിൽ വെച്ച് തന്നെ സോൾവ് ചെയ്ത് പോകുന്നതാണ് പല കാര്യങ്ങളും നല്ലത്. എനിക്കൊന്ന് PR പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞതൊന്നും തിരുത്തി പറയരുത്, ഞങ്ങൾക്കിവിടെ തിരുത്തേണ്ട വരും, ഞങ്ങൾ വീഡിയോ കിട്ടോളും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ. എനിക്ക് അതുകൊണ്ടാണ് പുള്ളിക്കാരിങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയാണോ? തെറ്റ് പറ്റൂലേ? അപ്പോൾ അയ്യോ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് സോറി എന്ന് പറയില്ലേ? പുള്ളിക്കാരി അത് പറയത്തില്ല, അത് നിൽക്കുവാണ്. പിന്നെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ശൈത്യ ഇത്ര റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കരയുന്നത് എന്തിനാന്ന്. ഞാൻ ചോദിക്കട്ടെ, ചപ്പാത്തി കളി എന്ന് വിളിച്ചപ്പം ആരായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്? എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, രേണ ചപ്പാത്തി കളി എന്ന് വിളിച്ചപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ അനുമോൾ അന്ന് കരഞ്ഞേ? അപ്പം കരച്ചിലൊക്കെ എല്ലാവർക്കൊക്കെ ആ സ്വാഭാവികമായിട്ട് ആ സമയത്ത് വരുന്ന ഇമോഷൻസാണ്. അതും സത്യാവസ്ഥയായിട്ട് ചില സമയത്ത് ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം അത് പറയണ്ട. അത് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്ന രീതിയായിരിക്കും. അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. ആ ആളാണ് പറയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് കരയണമെന്ന്. അപ്പോൾ എന്തായാലും അനുമോളുടെ ഭാഗത്ത് കുറേ തെറ്റുകൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അനുമോൾ സൂര്യ നമസ്കാരം കണ്ടിന്യൂ ചെയ്യുക. ജീവിത അവസാനം വരെ ചെയ്യേണ്ടി വരും മിക്കവാറും. അത് കണ്ടിന്യൂ ചെയ്തോ, അത് നല്ലത്. ഇനി അനീഷിൻ്റെ അനുമോളുടെ വേറൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ തന്നെ അനീഷ് വന്നിട്ട് അനുമോളെ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് വന്നിട്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞിട്ട് സോൾവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സോൾവ്ഡ് ആണ് ആ അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത് അനുമോൾ ശരിക്കും പെട്ടുപോയതാണ്. അനീഷ് അവിടെ ഗെയിം കളിച്ചതാണ്. എനിക്ക് അനീഷിൻ്റെ ഗെയിമായിട്ട് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ ആ ഇമോഷൻസ്, ആ സംസാര രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗെയിമായിട്ട് തന്നെ മനസ്സിലായത്. അത് ഗെയിം ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം ഭയങ്കര ഷുവറിറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അനീഷിന് തോന്നിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് 9 ദിവസം നിൽക്കേ അത് ബിഗ് ബോസ് ഹൗസിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗെയിമാണ്. പുറത്ത് വന്നിട്ടിടായിരുന്നു, പുറത്ത് വന്നിട്ട് പറയായിരുന്നു. ഇപ്പോൾ ജെന്യുവനായിട്ട് ഒരാളോട് ഇഷ്ടം തോന്നുവാണ്, നമ്മളതൊരു സീനോ ഒരു കണ്ടൻറ്റോ ആകാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അതിനുള്ളിൽ പറയില്ല. പുള്ളിക്കാരൻ അത് പറഞ്ഞതും ഈ സീൻസ് ഉണ്ടാക്കിയത് അനുമോൾക്ക് ബാക്ക് ഫയർ ചെയ്തതും ഒക്കെ ഇതുകൊണ്ട് തന്നെ അനുമോൾക്ക് എഗെയിൻസ്റ്റുള്ള ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇന്നത്തോടെ എനിക്ക് അങ്ങനെ തോന്നി. കാരണം പുള്ളിക്കാരുടെ ആ റിയാക്ഷൻസും ആ ഇമോഷൻസും ഫേസിൽ എക്സ്പ്രഷൻസ് ഒക്കെ കൂടി തോന്നിയിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ അതിലെനിക്ക് കോമഡി ആയിട്ട് തോന്നിയ അക്ബർ പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താണ്, അനീഷേട്ടനും അനുമോളും യോജിക്കുന്നതാണ് ഇന്ന് കൂടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അനീഷേട്ടൻ അനുഭവിക്കണം. ഇവിടെ ഇത്ര നാൾ നമ്മൾ കണ്ടിട്ട് അനുമോളെ കണ്ടിട്ട് പോലും പ്രപ്പോസ് ചെയ്യാൻ തോന്നിയല്ലോ ആ മനസ്സ്. ശരിക്കും കേട്ടോ, ഞാൻ അനീഷിനോട് ചോദിക്കാം, എന്താ അനീഷ്, കുറച്ചെങ്കിലും ഞാൻ അനീഷിനെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നു, അതൊക്കെ വിട്ടുപോയി. ഇനി പിന്നെ എനിക്ക് സംഭവം പറയാനുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറേ മെസ്സേജസ് കേട്ടോ, ഇങ്ങനെ ഈ വോട്ടിംഗ് നടക്കുവാണല്ലോ. അപ്പോൾ വോട്ടിംഗ് നടക്കുമ്പോൾ കുറേ മെസ്സേജസ് വരെ. എങ്ങനെയാണെന്നറിയോ, ഞാൻ ആദിലയുടെ ഫാനാണ്, പക്ഷെ ഞാൻ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നു. ഞാൻ നൂറയുടെ ഫാനാണ്, പക്ഷെ ഞാൻ ആദിലേക്ക് വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ ഞാൻ അക്ബറിൻ്റെ ഫാനാണ്, ഞാൻ പക്ഷേ അനീഷിനെ വോട്ട് ചെയ്യുള്ളൂ. അതുപോലെ ഞാൻ നെവീൻ്റെ ഫാനാണ്, അങ്ങനെ അനീഷിനെ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വോട്ട് തിരിക്കാനായിട്ട് കാരണം എന്താ? കാരണം അനുമോൾ ജയിക്കരുത്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. അപ്പോൾ അനീഷിൻ്റെ ആൾക്കാരാണ് പറയുന്നത് അനുമോൾ ജയിക്കരുത്, അതുകൊണ്ട് ഞാൻ അനീഷിന് വോട്ട് ചെയ്യുന്നു. നെവീൻ്റെ ഫാനായിട്ട് പോലും അനീഷിനെ വോട്ട്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആരായാലും കപ്പെടുത്തോട്ടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാലോ ഞാൻ ഇന്ന ആൾക്കാണ്
ആൾക്കാർക്കാണ് വോട്ട് ചെയ്തത്, ഞാൻ ഇന്ന ആൾക്കല്ല വോട്ട് ചെയ്തതെന്ന്. ഞാൻ എപ്പോഴൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടോ ടോപ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടാവുക, ടോപ്പ് 2 വരെയൊക്കെ വരും. പക്ഷേ ഇറ്റ്സ് ഓക്കെ. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നല്ലൊരാളോട് നിന്നു എന്നൊരു ഫീൽ ഉണ്ടാവും. അതാണ് ഫീൽ ഗുഡ്. അതാണ് ഞാൻ നോക്കുന്നത് ഈ ബിഗ് ബോസ് ഷോയിൽ. അല്ല വിന്നർ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആരുടെ കൂടെ ഏത് ന്യായത്തിൻ്റെ പാട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വലിയ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അവരോട് നിൽക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി അപ്പാനി എൻട്രി ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പാനിയുടെ എൻട്രി ഒക്കെ വന്നത്. ബാക്കി ഞാനിത് പറഞ്ഞല്ലോ, നോമിനേഷൻ ഉണ്ടായിരുന്നു. നോമിനേഷൻ കഴിഞ്ഞിട്ടാണ് അപ്പാനിയുടെ എൻട്രി ഒക്കെ വന്നത് കേട്ടോ. അപ്പാനിയും ബാക്കി ബിൻസിയും രഞ്ജിത്തും പിന്നെ ശൈത്യ, പിന്നെ ആരാണ് ഉണ്ടായത്, ശാരികയും സരികയും. എൻ്റെ പിന്നെ ആ പേര് എപ്പോഴും മറക്കും. അവരൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രഞ്ജിത്തിൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട്. രഞ്ജിത്ത് എൻട്രി ചെയ്തപ്പോൾ തന്നെ അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എൻട്രി ചെയ്തത്. കുറേ പേര് പറയുന്നുണ്ട് എന്ത് ആവശ്യമുണ്ടോ അതുണ്ടോ. ഞാൻ പറയട്ടെ, അവർ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഇപ്പോഴും ആണ്, തീർന്നിട്ടില്ല സീസൺ. അവർ ആ ബിഗ് ബോസ് ഷോയിൽ വിളിച്ചിട്ട് പോയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ്. ഒരു ദിവസം ആ ഷോയിൽ നിന്ന് കളിച്ച കണ്ടസ്റ്റൻ്റാണ്. അവർ ഔട്ടായി പോയേ അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഓരോരുത്തരായിട്ട് പുറത്ത് വരണമല്ലോ. അത് ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ആദ്യം പോയി അവർ ഇനി തിരിച്ച് എൻട്രി ചെയ്യുമ്പം ബിഗ് ബോസിന് കുഴപ്പമില്ല, അവരെന്താണെന്ന് വെച്ചാൽ കളിച്ചോട്ടെ. അതിന് ഭയങ്കരമായിട്ട് വിമർശിച്ച് വരുന്ന അനീഷ് ഫാൻസിനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അനീഷ് ഫാൻസാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ബാക്കി കുറേ ആൾക്കാരും പറയുന്നുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു റിവ്യൂവറാണ്, പക്ഷേ ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കമൻറ്റ് ചെയ്യാറുണ്ട് ക്രിട്ടിസൈസ്. നമ്മളെക്കാളും കൂടുതൽ അർഹത അവർക്കുണ്ട് അവിടെ പോയി ക്രിട്ടിസൈസ് ചെയ്യാനും സംസാരിക്കാനും അവരെ ചോദ്യം ചെയ്യാനും. അതാദ്യം മനസ്സിലാക്കി തന്നെ ഈ പ്രശ്നം തീരും, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവർ ആ ബിഗ് ബോസ് ഹൗസിലെങ്കിലും കയറിയല്ലോ, നമ്മളൊക്കെ പുറത്തല്ലേ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പറയുന്നതിൽ എനിക്ക് അർത്ഥം തോന്നുന്നില്ല. അത് ശരിക്കും മണ്ടത്തരങ്ങളാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ രഞ്ജിത്ത് കുറച്ചൊക്കെ ഓവറായത് ആ സാരി കൊടുത്ത് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അനീഷിനോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കറക്റ്റ് ആയിരുന്നു. അനീഷിനെ ഗെയിമിനെ എക്സ്പോസ് ചെയ്യാൻ നോക്കിയത്. അനീഷിനോട് പറയുന്നുണ്ട് തേർഡ് പാർട്ടി ഇൻവോൾവ് ആവണ്ട, ഞങ്ങൾ സോൾവ് ചെയ്തു. അത് രഞ്ജിത്ത് അറിഞ്ഞിട്ടില്ല ഈ സോൾവ് ചെയ്ത കാര്യം. പക്ഷേ തേർഡ് പാർട്ടി ഇൻവോൾവ് ആവണ്ട എന്ന് പറയുന്നതിൽ കാര്യമില്ല അനീഷേ. ഇവിടെ തേർഡ് പാർട്ടിയൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞു. തേർഡ് പാർട്ടിയല്ല, എത്ര ലെവൽ വരെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. ഹോസ്റ്റ് ഇൻവോൾവ് ആയി. ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടൊരു സംഭവം പറയുമ്പം ലോകത്തെ എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. അപ്പോൾ അത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ അതിനുള്ളിൽ പറയരുതായിരുന്നു. അതിപ്പം പുറത്തുനിന്ന് ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ഇപ്പം ഒരു ഓഡിയൻസിനെ പോലെ ചിന്തിച്ചാൽ മതി. അത് മനസ്സിലാക്കിക്കോ. അത് സ്കോർ ചെയ്തെന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് അവർ ചോദിച്ചു, ആൻസർ പറയാം. അപ്പം രഞ്ജിത്തിന് കിട്ടാൻ പോകുന്ന ആൻസർ രഞ്ജിത്ത് അറിയാമായിരുന്നല്ലോ. പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ട് വേണമായിരുന്നു പുള്ളിക്കാരൻ ചോദിക്കാൻ. പക്ഷെ അതൊന്നും ചോദിച്ചില്ല, അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ എന്തായാലും ഞാൻ പറയുവാണെങ്കിൽ അവിടെ എല്ലാവർക്കും എല്ലാം കളിക്കാനുള്ള അധികാരമുണ്ട്. ശൈത്യ ആയാലും ബിൻസി ആയാലും എല്ലാം പറയാനുള്ള അധികാരമുണ്ട്. ബിഗ് ബോസ് തടയുന്നവരെ അവർക്ക് എന്തുകൊണ്ടും പറയാം. അവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓൾമോസ്റ്റ് പി ആറിൻ്റെ കാര്യമൊക്കെ എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അനുമോളിലെ പി ആറിൻ്റെ കളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് പി ആർക്ക് പ്രൈസ് മണി കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് അനുമോളെക്കാളും. അനുമോൾ നിൽക്കാൻ കാരണം തന്നെ അവരാണ് സത്യമായിട്ടും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇനി അടുത്ത കൊല്ലം പി ആർ എടുത്ത് വന്നു കഴിഞ്ഞാൽ നാണക്കേടായിരിക്കും. ഇതുകൊണ്ട് വിൻ ചെയ്യുക. ഇപ്പം പി ആർ എടുത്തിട്ട് വിൻ ചെയ്ത് പുറത്ത് വന്നാൽ അനുമോളുടെ ഗതി എന്തായിരിക്കും അറിയോ? അറിയില്ല. നോക്കിക്കോ. നമുക്കുള്ള നമ്മൾ ഔട്ടായി പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഗെയിം കളിച്ചു, ഔട്ടായിപ്പോയി. ഇറ്റ്സ് ഓക്കെ, അത് നോർമലാണ്. അവിടെ വിൻ ചെയ്തിട്ട് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് എന്ത് വൃത്തിയായിട്ട കളിയും കളിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ സപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് പി ആറിനെ വെച്ച് വൃത്തിയായിട്ട് കളി കളിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല, അത് ശരിയല്ല. അത് ബാക്ക് ഫയർ ചെയ്യും. അത് എപ്പോഴും ഞാൻ പറയാം, ബാക്ക് ഫയർ ചെയ്യും. അത് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് ബാക്ക് ഫയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇനി അടുത്ത സീസണിലെങ്കിൽ ആൾക്കാർ ഈ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആദില ഷാനവാസ് ഇഷ്യൂ. അവർ വേറെ ഒന്നുമല്ല, ഇന്നലെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ഷാനവാസ് പറഞ്ഞ ആ സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം. അത് നൂറ് എന്തോ പറഞ്ഞു, നിങ്ങൾ നുണയനാണെന്നോ എന്തോ പറഞ്ഞു. പിന്നെ ഷാനവാസ് ചെറിയ കാര്യം മതിയല്ലോ, അത് മനസ്സിലെടുത്തിട്ട് പറയും. പിന്നെ ഇപ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് കേട്ടോ. ആർക്ക് എഗെയിൻസ്റ്റ്? ആദിലേക്കും നൂറയ്ക്കും എഗെയിൻസ്റ്റ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോവും. ഇവരെയൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന നിങ്ങളെ വേണം പറയാനായിട്ട്, നമ്മളെ വേണം പറയാനായിട്ട്. ശരിക്കും നാണക്കേടാണ്. അവിടെ കളിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും, എന്നിട്ട് ഇപ്പുറത്ത് കുറ്റം പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പോയി സ്നേഹിക്കും, പിന്നെ വന്ന് കുറ്റം പറയും. ഇതൊക്കെ തന്നെയുള്ളൂ. ഇത് മടുത്തെന്ന് വെച്ചാൽ ശരിക്കും മടുത്തു. അപ്പോൾ ഇത് തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസിനെ കുറിച്ചും ബിൻസി പറയുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, എന്തൊട്ടാണ് നമ്മുടെ ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ, അതൊക്കെ ബിൻസിയൊക്കെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവരെയൊക്കെ കുറേ എഫക്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണത്. ബിൻസി ശരിക്കും പറഞ്ഞാൽ അനുമോളോടും ഷാനവാസിനോടാണ് ബിൻസിക്കുള്ള ഒരു സംഭവം, ഒരു വിഷമം, ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. അത് കണ്ടറിയാം, അത് സ്വാഭാവികമാണ്. നമ്മൾ അവിടെ ഇല്ലാത്തൊരാളെക്കുറിച്ച് അവിടെ പറയേണ്ട ഒരു ആവശ്യം. ബിൻസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരിക്ക് അവിടെ ഡിഫെൻഡ് ചെയ്യായിരുന്നു അല്ലേ. പുള്ളിക്കാരി പുറത്ത് പോയ ശേഷമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം അതാണ് തെറ്റ്.
അത് ബിഗ് ബോസ് തന്നെ അവിടെ ഇതിലുണ്ടാണ് ശരിക്കും പറയേണ്ടതാണ്. ഇവിടെ ഇല്ലാത്ത ആളെക്കുറിച്ച് പറയരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞില്ല. അതെന്താണെന്ന് അറിയാം, ലാലേട്ടനും ചോദിച്ചില്ല. വീക്കെൻഡിലൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അതങ്ങ് ക്ലാരിറ്റി കിട്ടിയാനെ പുള്ളിക്കാരി. പക്ഷേ പുള്ളിക്കാരി പുറത്ത് പോയ കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു അമർഷം ഉണ്ട് പുള്ളിക്കാരുടെ ഇതിൽ. അവരൊക്കെ ഡിപ്രഷനിലായിരുന്നു. എനിക്ക് മനസ്സിലായത് അവരൊക്കെ കുറേ വിഷമത്തിലൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവങ്ങൾ ഈ ഡേർട്ടി ഗെയിംസ് കാരണം അവരൊക്കെ പോയിട്ടുള്ള വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സീസൺ ശരിക്കും ഡേർട്ടി സീസണായിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ. വെരി ഡേർട്ടി എല്ലാ രീതിയിലും. അപ്പം അങ്ങനെ. പിന്നെ ശരത്തും അക്ബറും തമ്മിലുള്ള കോംബോ, അത് അവർ തമ്മിൽ ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരത്ത് അവിടെ റിയൽ ആയിട്ട് നിന്ന് എല്ലാത്തിനും കയറി പ്രതികരിച്ച് അതൊക്കെ ആയതുകൊണ്ടാണ് അക്ബറിന് അത് നെഗറ്റീവായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ കുറച്ചുകൂടി ഗെയിമൊക്കെ കളിച്ചിരുന്നെങ്കിൽ, അപ്പാനെ കുറച്ചുകൂടി ഗെയിം ലെവലിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര നെഗറ്റീവ് ഒന്നും വരാതെ അതങ്ങനെ ശരിയായനെ. പക്ഷെ അവർ തമ്മിൽ നല്ലൊരു സ്നേഹമുണ്ട്, അതെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതാണ് കേട്ടോ. പിന്നെ നെവിൻ പിന്നെ എല്ലാവരുമായിട്ട് കമ്പനിയാണല്ലോ. പുള്ളിക്കാരൻ്റെ പ്രത്യേകത ആരുമായിട്ട് അങ്ങനെ ശത്രു. പിന്നെ പുള്ളിയെ പോയ ഒരാളെക്കുറിച്ച് അവിടെ പരാമർശിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പോയൊരു വ്യക്തിയെക്കുറിച്ച് പിന്നെ ഒരു കണ്ടൻറ്റാക്കി ഇടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ എല്ലാവരുമായിട്ട് നല്ല റാപ്പുണ്ട്. എല്ലാവർക്കും നെവിനെ ഇഷ്ടമാണ്. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡാണ്. പണ്ടേ തൊട്ട് ആരൊക്കെ അവിടെ പോകുമ്പോൾ നെവിൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ ഇന്ന് ആരൊക്കെ എൻ്റർ ചെയ്യും, ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഇടും. ഇനി അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആണോ വേറെ ആർക്കെങ്കിലും എഗെയിൻസ്റ്റ് ആണോ കളിക്കാൻ വരുന്നതെന്നൊക്കെ നോക്കാം. അഭിലാഷും ജിഷിനും നമ്മുടെ ആരാണ് റന ഫാത്തിമ അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രവീണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇനി അടുത്ത എപ്പിസോഡ് പോകുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് ഞാൻ പറയാം, മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.